കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും അന്വേഷണ സംഘത്തിൽ ഹാജരായി. അതിനുശേഷം അപ്പുണ്ണിയെയും ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുകയാണ്. സിബി, വിശദാംശങ്ങൾ. അഞ്ചു ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 1:30യോടെയാണ് സംവിധായകൻ ശ്രീകുമാർ മേനോനെയും ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ശ്രീകുമാർ മേനോൻ സമയം മുമ്പ് ഏകദേശം 3/4 മണിക്കൂറോളമായി ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിനുള്ളിൽ അകത്തുണ്ട്. പ്രധാനമായും ഈ കേസിൽ ദിലീപിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ് ശ്രീകുമാർ മേനോനെ വിളിച്ചു വരുത്തിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം തനിക്കെതിരെ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന നടക്കുന്നതായി ദിലീപ് അന്ന് 13 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ആ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗൂഢാലോചന എന്ന് ഉദ്ദേശിച്ച് തന്നെ ശ്രീകുമാറിലേക്കാണ്. മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ശ്രീകുമാർ. നമുക്കറിയാം, മലയാള സിനിമയിൽ നിന്നും മാറിയതിനു ശേഷം ഒരു 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ജു വാര്യർ സിനിമയിലേക്ക് സജീവമായത് ഈ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒരു പരസ്യ ചിത്രത്തിലൂടെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി MDയുടെ പുതിയ സിനിമയായ മഹാഭാരതം 2ാം മൂഴം എന്ന നോവൽ സിനിമയാക്കുന്ന മഹാഭാരതത്തിൻ്റെ സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. അതോടൊപ്പം തന്നെ ഒടിയൻ എന്ന മോഹൻലാലിൻ്റെയും മഞ്ജു വാര്യരുടെയും പുതിയ സിനിമയുടെ സംവിധായകനും ശ്രീകുമാർ മേനോൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശ്രീകുമാർ താമസിക്കുന്ന മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ദിലീപ് പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ശ്രീകുമാർ മേനോനെ വിളിച്ചു വരുത്തുകയും ഇപ്പോൾ ഏകദേശം ശ്രീകുമാർ മേനോന്റെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3/4 മണിക്കൂറോളം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ അപ്പുണ്ണിയെ രാവിലെ 11 മണിക്ക് എത്തിയ അപ്പുണ്ണിയും ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരാളെ ഈ പൾസർ സുനിക്ക് കാക്കനാട് ജയിലിൽ വെച്ച് കത്തെഴുതി നൽകിയ ബിബിൻലാലിനെയും പോലീസ് കസ്റ്റഡിയിലുള്ള ബിബിൻലാലിനെയും പോലീസ് ഇവിടെ കൊണ്ടുവന്ന് അപ്പുണ്ണിക്കൊപ്പം തന്നെ ചോദ്യം ചെയ്തിരുന്നു. അത് ഏകദേശം 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം ബിബിൻലാലിനെ വീണ്ടും അങ്കമാലി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ അപ്പുണ്ണിയെയും ഇപ്പോൾ ബിബിൻലാലിനെയും കൂടാതെ ഇപ്പോൾ ശ്രീകുമാർ മേനോൻ, ഇങ്ങനെ 3 പേരെയാണ് ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീളുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു അനുബന്ധ കുറ്റപത്രം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് എല്ലാ ചെറിയ സംശയങ്ങൾ പോലും ദൂരീകരിക്കുന്ന ലക്ഷ്യത്തോടെ ഇതിനു മുൻപ് മൊഴി രേഖപ്പെടുത്തിയ എല്ലാവരുടെയും മൊഴികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിക്കുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അഞ്ജു, സിബി, എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇതുവരെയുള്ള ഒരു ചോദ്യം ചെയ്യലിന്റെ വിവരം തന്നെ എടുത്താൽ നിരവധി പേരിലേക്ക് തന്നെ ചോദ്യം ചെയ്യൽ നീണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇനിയും ഈ ഒരു ഗണത്തിലേക്ക് ഉൾപ്പെടുത്താൻ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഒരുപക്ഷെ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. തീർച്ചയായും അഞ്ജു, ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി കാവ്യ മാധവനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കാവ്യ പറഞ്ഞത് പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്നാണ്. എന്നാൽ പൾസർ സുനിയെ അറിയുമെന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ കാവ്യയും പൾസർ സുനിയും ഒരേ സിനിമാ സൈറ്റുകൾ ഉണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം വീണ്ടും കാവ്യയിലേക്ക്, അല്ലെങ്കിൽ കാവ്യയെ വീണ്ടും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നാദിർഷയെ നേരത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. നാദിർഷയും ദിലീപും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് നാദിർഷയ്ക്കും ഈ ഒരു ഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് പോലീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെയും ഇനിയും ചോദ്യം ചെയ്യും. വരും മണിക്കൂറുകളിൽ ഇപ്പോൾ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം ഇടവേള ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളിലേക്ക് ക്രോഡീകരിക്കുന്ന എല്ലാവരെയും ചെറിയ ബന്ധങ്ങൾ പോലും അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംശയങ്ങൾ പോലും ദൂരീകരിച്ചുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അപ്പുണ്ണിയെയും അതോടൊപ്പം തന്നെ ശ്രീകുമാർ മേനോനെയും ഈ പോലീസ് ക്ലബിനുള്ളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ CI ബൈജു പോലോസ്, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP സുദർശൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജു, ശരി. സംവിധായകൻ ശ്രീകുമാർ മേനോനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം അപ്പുണ്ണിയെയും ചോദ്യം ചെയ്യുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് സിബി നൽകിയത്.